ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗ്ലിംഗ് ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, പക്ഷേ നമുക്ക് വേണ്ടത്ര പണം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ പണം ഇല്ലല്ലോ എന്നൊരു ഫീലിംഗ് മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ പണം സേവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാന്മാരാകേണ്ട ഒരാവശ്യം. അതായത് ഞാൻ പൈസ ഓവർ സ്പെൻഡ് ചെയ്തതുകൊണ്ട് ഇപ്പം എൻ്റെ പൈസ ഇല്ലല്ലോ, അപ്പോൾ ഇനിയെങ്കിലും ഞാൻ പൈസ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊരു ബോധം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്നുണ്ടായിരിക്കും. പൈസ പെട്ടെന്നൊരാവശ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്നുണ്ടായിരിക്കും. അതുപോലെ പണം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുക. പണം ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്തതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുക, അതൊക്കെയാണ്. അതായത് ഇന്ന് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട്, പക്ഷേ ആ പൈസ കയ്യിലില്ലാത്തപ്പോൾ നമുക്ക് ഓർക്കത്തില്ല, ശോ ഞാൻ അന്ന് ആ പൈസ അങ്ങനെ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ പൈസ കണ്ടേനെ എന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ? ആ എനർജിയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളിന്ന് പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര പിശുക്കനാവുകയും എന്നാൽ വലിയ കാര്യങ്ങളിൽ കൊണ്ട് പണം സ്പെൻഡ് ചെയ്ത് ആ പണം നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പണം നഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പണത്തിൻ്റെ ഒരു ദൗർലഭ്യം എന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്ക് ധാരാളം പണം ഉള്ളതിന് നന്ദി എന്നാണ് പറയേണ്ടത്. അല്ലാതെ അയ്യോ ഇല്ലല്ലോ, എനിക്ക് മാത്രം ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് ധാരാളം പണം, എൻ്റെ ആവശ്യത്തിനും അതിനേക്കാളേറെയും പണം, ധാരാളം പണം എൻ്റെ കയ്യിൽ ഉള്ളതിന് നന്ദി എന്നാണ് പറയേണ്ടത്. അപ്പം പോസിറ്റീവായിട്ട് അഫർമേഷൻ പറയുക. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസിന് നമ്മൾ ചെയ്യേണ്ട അഫർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് ആണ്. ഇതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളൊരു റീയൂണിയനൊക്കെ പോകുന്നുണ്ടാവും. നിങ്ങൾ മുമ്പ് കൂടെ പഠിച്ച കൂട്ടുകാരെ കാണുക, അങ്ങനെയുള്ള ആലുമിനി അസോസിയേഷനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു സെലിബ്രേഷൻ, ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പഴയ കൂട്ടുകാരെ കണ്ടെത്തുക, അവരുമായിട്ട് സംസാരിക്കുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്യത്തില്ലേ? അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് 2 or 3 പേര് ചേർന്ന് ഗ്രൂപ്പ് കോള്, നമ്മൾ കോൺഫറൻസ് കോളുകൾ വിളിക്കത്തില്ലേ, അത് പറയുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു ബന്ധത്തിൽ മൂന്നാമതൊരാളുടെ പേര് പറഞ്ഞ് വഴക്കുണ്ടാവുന്നതായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ പറയുന്ന കാര്യമാണിത്. അതും 3 ഓഫ് കപ്പാണ്. അപ്പോൾ 2 പേർക്കിടയിൽ മൂന്നാമതൊരാളുടെ എൻട്രി വരുന്നത് 3 ഓഫ് കപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, നമ്മൾ ഒന്നിലധികം ആളുകൾ ചേർന്ന് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക, അതൊക്കെയാണ് കേട്ടോ. പിന്നെ അറിയാമല്ലോ, സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ കപ്പ് ഉയർത്തിയുള്ള സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചിയേഴ്സ്, അതൊക്കെയാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾ പോയിട്ട് ഒരു പുതിയ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമാവുന്നതായിരിക്കാം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമാവുന്നതാവാൻ സാധ്യതയുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കും. നിങ്ങളെ കൂട്ടുകാർ മൂലമോ അവരുടെ ഇൻഫ്ലുവൻസ് കാരണമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരുപക്ഷെ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. നിങ്ങൾ ഒരു സെലിബ്രേഷനിലാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെയാണ്, നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടുവാണ്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുവാണ്, സെലിബ്രേഷനിൽ പങ്കെടുക്കുവാണ്, ഒരു കല്യാണത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ ഒരു ചിയേഴ്സ് ഗ്രൂപ്പിലായിരിക്കും ചിലപ്പോൾ ഇന്ന ദിവസം ഉണ്ടാവുക. ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. എന്തായാലും സെലിബ്രേഷൻ്റെ കാർഡാണ് 3 ഓഫ് കപ്സ്. അടുത്തത് മജീഷ്യനാണ്. മജീഷ്യൻ മീൻസ് മാനിഫെസ്റ്റേഷൻ. വലിയ വലിയ എക്സ്റ്റെൻറ്റിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ
നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഈ മജീഷ്യൻ. മജീഷ്യൻ ഒരു മേജർ അർക്കാന കാർഡാണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും കഴിവുള്ള വ്യക്തിയാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ കണ്ണ് കെട്ടി എല്ലാം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരാളാണ്. നമുക്ക് എല്ലാ റിസോഴ്സുകളും ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യുക. എനിക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ്റെ എനർജിയിലാണ്, മജീഷ്യൻ്റെ എനർജിയിലാണ്. അപ്പം നിങ്ങൾ ഇന്ന് മനസ്സിൽ കണ്ണടച്ചിട്ട് പറയേണ്ടത്, എനിക്ക് ഇന്ന് ഇന്ന കാര്യം സാധിച്ചു കിട്ടിയതിന് നന്ദി. ഇന്ന് തന്നെ, ഇന്നേ ദിവസം പറയണം. ഇന്ന് ഞായറാഴ്ച 21/6/2026 ഇന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയതിന് നന്ദി എന്നാണ് നിങ്ങൾ അഫർമേഷൻ പറയേണ്ടത്, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. എത്രത്തോളം തീവ്രമാണോ നിങ്ങളുടെ ആഗ്രഹം, എത്രത്തോളം പോസിറ്റീവാണോ നിങ്ങളുടെ ആഗ്രഹം, അത്രത്തോളം അത് നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന ദിവസം എന്നാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടുന്ന ദിവസമാണ് ഇന്നേ ദിവസം. ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ തീരുമാനം എടുത്താൽ എന്താകും എന്ന് പേടിച്ചായിരിക്കും മിക്കവാറും എല്ലാ കാര്യത്തിലും എന്താകും എന്ന് പേടിച്ചായിരിക്കും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നതും ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവാൻ നിൽക്കുന്നത്. അവിടെ നിങ്ങൾ ഇന്ന് ആക്ഷൻ എടുക്കണം, ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇത് പുതിയൊരു ക്രിയേറ്ററാണ് നിങ്ങൾ. മജീഷ്യൻ എന്ന് പറയുന്നത് ക്രിയേറ്ററാണ്. അപ്പോൾ ക്രിയേഷൻ എന്തെങ്കിലും നടത്തുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, ചിലപ്പോൾ വീട്ടിലൊരു പുതിയ ഡിഷ് ഉണ്ടാക്കുന്നതായിരിക്കാം, പുതിയൊരു പൂന്തോട്ടം ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡാൻസ് തയ്യാറാക്കുന്നതോ ഒരു പടം വരയ്ക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺ പ്രോഡക്റ്റ് DIY ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കത്തില്ലേ, അത്ര എന്തെങ്കിലും ഒരു കാര്യം പുതിയ പരീക്ഷണം നടത്തി എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിരിക്കും, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും, സൃഷ്ടാവാണ്, ക്രിയേറ്ററാണ്. അതുപോലെ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഹൈ എനർജിയിലാണ്, എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ പീക്കാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അത്രയും റിസോഴ്സ്ഫുൾ ആണ്. എത്ര മനോഹരമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, എത്ര പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, അത്രത്തോളം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം സംഭവിക്കണം എന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്തു, അത് എത്ര പോസിറ്റീവായിട്ടിരിക്കുന്നോ അത്രത്തോളം അത് നമുക്ക് നേടാൻ പ്രാപ്തിയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ ഈ പറഞ്ഞ റീഡിംഗ് എന്ന് പറയുന്നത് ഇന്നേ ദിവസമായിരിക്കാം. ഇതിപ്പോൾ രാത്രി 12:30 ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ചിലപ്പോൾ 12:30 ഇന്നേ ദിവസമായിരിക്കാം, ചിലപ്പോൾ നാളെ ആയിരിക്കാം, ചിലപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞു പോയവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് ഇന്നലെ, ഇന്ന്, നാളെ ആ രീതിയിലാണ്. ഞാൻ എപ്പോഴും റീഡ് ചെയ്യുമ്പോൾ പറയുന്നതാണ്, ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ നിങ്ങളിൽ ഈ എനർജി പ്രതിഫലിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ വളരെ പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എനിക്ക് എന്തോ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ പവറുള്ള ഒരാളാണ്, എനിക്ക് ശരിക്കും ഞാൻ ഈ കാണുന്ന പോലുള്ള ഒരാളല്ല, എനിക്ക് എന്തൊക്കെയോ കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. മറ്റേ സലിംകുമാർ പറയുന്ന പോലെ ശരിക്കുള്ള ഞാനില്ലേ, ഞാൻ ഇതല്ല, ഞാൻ വേറെ എവിടെയോ വെളുത്ത് തുടുത്തിരിക്കുവാണെന്ന് പറയുന്ന പോലെയാണ്. നിങ്ങളുടെ ഉള്ളിനുള്ളിലെ പവർ ശരിക്കും നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങളുടെ പവറിനെയൊക്കെ ഒന്ന് സാംശീകരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനെന്നൊരു ആത്മവിശ്വാസം കൂടുതലായിരിക്കും, എന്ത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടാനുള്ളൊരു ധൈര്യം കൂടുതലായിരിക്കും, നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ക്ലാരിറ്റി കാണാൻ, നല്ല വിൽ പവർ ആയിരിക്കും, എന്ത് കാര്യത്തിലോട്ട് എടുത്ത് ചാടാനൊരു വിൽ പവറൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ദിവസം എന്നാണ് ഈ മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. ഇത് പിന്നെ അമ്പലത്തിലൊക്കെ പോയി പൂജ ചെയ്യത്തില്ലേ, അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയിട്ട് നമുക്ക് പൂജകളൊക്കെ ചെയ്യുക, ആ ഒരു എനർജി കൂടിയാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്, അതുപോലെ അനുമോദനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്, അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. അതുപോലെ പറഞ്ഞല്ലോ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ, വിഗ്രഹാരാധന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങൾ ആരെയെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മാനിഫെസ്റ്റ് ചെയ്ത് ആവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത് ഉണ്ടല്ലേ, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഹയർ എൻഡ്, നമ്മുടെ ഹെവനും അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയും ഇത് താഴോട്ടാണ് കൈ നീട്ടുന്നത്. അപ്പോൾ ഒരു ബ്രിഡ്ജാണ് നമ്മളിന്ന്, ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ളൊരു ബ്രിഡ്ജായിട്ടാണ് നമുക്കിന്ന് ഫീൽ ചെയ്യുന്നത്. പകുതി ഭൂമിയിലും പകുതി സ്വർഗത്തിലും ആയതുപോലെ പകുതി നമ്മളൊരു ആത്മീയതയിലും കൂടെ നിൽക്കുന്ന പോലൊരു ഫീലൊക്കെ ആയിരിക്കും ഇന്ന ദിവസം തോന്നാൻ സാധ്യത. അതൊക്കെയാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത്. ഇത് കള്ളം പറയാനും, നമ്മളോട് കള്ളം പറയാനും നമ്മൾ കള്ളം പറയാനും കൂടെ സാധ്യതയുണ്ട്, മാനിപ്പുലേഷൻ നടത്താനും കൂടെ സാധ്യതയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതാണ് മജീഷ്യൻ എന്ന് പറയുന്നത്, അതും കൂടെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് ആണ്. ഇത് ഒരു നമ്മൾ ഒരു രണ്ടുപേരോ അല്ലെങ്കിൽ രണ്ടുപേരും, മോസ്റ്റ്ലി രണ്ടുപേര് തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് അതേ അളവിൽ നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് യൂണിഫൈഡ് ലവ്, 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നു. എല്ലാ റിലേഷൻഷിപ്പുകളും പാർട്ട്ണർഷിപ്പാണ്. എല്ലാ പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പുകളിലും വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അത് കിട്ടും. ഇന്ന ദിവസം നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. 2 ഓഫ് കപ്പ് സോൾമേറ്റിൻ്റെ കാർഡായതുകൊണ്ട് തന്നെ സോൾമേറ്റ് റീയൂണിയൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സോൾമേറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ നടക്കാനോ മെസ്സേജ് അയക്കാനോ ചിലപ്പോൾ കാണാനോ ഒക്കെ സാധ്യതയാണ്. റീയൂണിയൻ്റെ കാർഡാണിത്. സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ, മ്യൂച്വൽ അട്രാക്ഷനൊക്കെ പരസ്പരം തോന്നാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ കല്യാണമൊക്കെ നോക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മാരേജ്, കല്യാണത്തിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന രീതിയിൽ പ്രൊപ്പോസൽ വരിക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിലറിഞ്ഞത് കല്യാണത്തിനൊക്കെ ലീഡ് ചെയ്യാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. രണ്ടുപേര് തമ്മിലുള്ളൊരു നല്ല പോസിറ്റീവ് കണക്ഷനെ കുറിച്ചും പോസിറ്റീവ് വൈബ്രേഷനെ കുറിച്ചൊക്കെ തന്നെയാണ് 2 ഓഫ് കപ്പ് എന്ന കാർഡ് പറയുന്നത്. ഇതൊരു സോൾമേറ്റ് യൂണിയൻ്റെ കാർഡും കൂടിയാണ് കേട്ടോ. യൂണിയനാണ്, റീയൂണിയൻ്റെ കാർഡാണ്. ദെൻ 8 ഓഫ് സോഡ്സ് ആണ്. 8 ഓഫ് സോഡ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കുറച്ച് സ്വോർഡുകൾ വെച്ചിട്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കണ്ണും കൈയും കെട്ടി നിൽക്കുന്ന ഒരു വനിതയാണ് കാണുന്നത്. ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ കാല് കെട്ടിയിട്ടില്ല, അവർക്ക് കാല് കെട്ടാത്തതുകൊണ്ട് മുന്നോട്ട് പോകും. ഈ കൈ, അവരെ കെട്ടിയിരിക്കുന്ന കൈ, കെട്ടിയിരിക്കുന്ന ആ കെട്ടെന്ന് പറയുന്നത് അത്ര മുറുക്കിയതൊന്നുമല്ല. അവർക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് കൈ അഴിച്ചിട്ട് കണ്ണഴിച്ച് ഇവർക്ക് സുഖമായിട്ട് ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നില്ല, ആക്ഷൻ എടുക്കുന്നില്ല. ഇവരായിട്ടുണ്ടാക്കിയൊരു ബൗണ്ടറിക്കുള്ളിൽ നിന്നിട്ട് ഇവർ ആക്ഷൻ എടുക്കാതെ എനിക്കൊന്നും കാണണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഞാനൊന്നും ചെയ്യത്തുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ഇവർ. സെൽഫ് ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്ത് നിൽക്കുന്ന, ഞാൻ പെട്ടുപോയി, എന്നെ ചീറ്റ് ചെയ്തു, എനിക്ക് അവൾ പറ്റിപ്പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഞാൻ പെട്ടുപോയി എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ കാണും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ തോട്ടാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ചിന്ത മാറ്റുക. നിങ്ങൾ കൈയഴിച്ച് കണ്ണഴിച്ച് ഈ ബൗണ്ടറി എല്ലാം മാറ്റി നിങ്ങൾ പുറത്ത് കിടക്കുക. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റത്തില്ല, ഞാൻ പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളാണ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ജീവിതമാണ് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്, നിങ്ങളാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിനുള്ള വഴികൾ തേടുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നുണ്ടല്ലോ, നെഗറ്റീവ് തോട്ട്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു നെഗറ്റീവ് ബൗണ്ടറിക്കകത്ത് നമ്മൾ തന്നെ നിന്നിട്ട് ആക്ഷൻ എടുക്കാതിരിക്കുന്ന എനർജിയാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഉണ്ടല്ലോ, ഇത് കാരാഗൃഹത്തിൽ അടയ്ക്കുക, ജയിലിൽ അടയ്ക്കുക, ട്രാപ്പിലാവുക എന്നൊക്കെയുള്ളൊരു എനർജിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചൊക്കെ പോകണം. എൻട്രാപ്മെൻ്റ് ആണ്, നമ്മൾ ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു എനർജിയാണ്. അതുപോലെ നമ്മൾ തന്നെ ഞാൻ പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് എങ്കിൽ പോലും നമ്മളെ മറ്റുള്ളവർ പെടുത്താൻ സാധ്യതയുണ്ട്, അതായത് നമ്മളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. നമ്മുടെ തല നമ്മുടെ കയ്യിൽ നമ്മുടെ കൈ നമ്മുടെ തലയിൽ ഇരിക്കണം എന്ന് പറയത്തില്ലേ, അതുപോലാണ്. നമ്മൾ മറ്റുള്ളവരുടെ ആജ്ഞാനുവർത്തി ആവേണ്ട ആവശ്യമില്ല. നമ്മളാണ് നമ്മുടെ രാജാവ്, നമ്മളാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനം എടുക്കുക, മുന്നോട്ട് പോവുക കേട്ടോ. നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. നമുക്ക് മാത്രമേ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് ആലോചിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. പെട്ടുപോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഇന്ന് തീരുമാനം എടുത്ത് പുറത്ത് കടക്കണം എന്നാണ് പറയുന്നത്. എംപ്രസ് ആണ്. എംപ്രസ് കാണുമ്പോൾ തന്നെ അറിയാം, രാജ്ഞിയാണ്, രാജാവിൻ്റെ ഭാര്യയല്ല, രാജ്ഞിയല്ല കേട്ടോ, ചക്രവർത്തിനിയാണ്. രാജാവിൻ്റെ ഭാര്യയല്ല, ചക്രവർത്തിയുടെ ഭാര്യയാണ് എംപ്രസ്. അതായത് പല രാജ്യങ്ങൾ ചേരുന്നതാണ് സാമ്രാജ്യം, സാമ്രാജ്യത്തിന് അധിപനാണ് സാമ്രാട്ട്, സാമ്രാട്ടിൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ ചക്രവർത്തിനിയാണ്. അപ്പോൾ ഒരു ചക്രവർത്തിനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളുടെ സമ്പത്തിൻ്റെ അധീപയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അബണ്ടൻസ് ആണ് ഫസ്റ്റ് കാർഡ്, അബണ്ടൻസ്. പിന്നെ മാനിഫെസ്റ്റേഷൻസ്, എന്ത് ആഗ്രഹിച്ചാലും ഇന്ന ദിവസം നടക്കും. അതായത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾ ഇന്ന് എന്തെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്ന അതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന അതൊക്കെ നമുക്കിന്ന് കിട്ടും. അതൊക്കെയാണ് അബണ്ടൻസും മാനിഫെസ്റ്റേഷനുമാണ്. പിന്നെ ഇതൊരു മദർഹുഡിൻ്റെ കാർഡാണ്, ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്, ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. ഓക്കെ, അപ്പം മദർഹുഡിൻ്റെ കാർഡായതുകൊണ്ടും ഫെർട്ടിലിറ്റിയുടെ കാർഡായതുകൊണ്ടും മക്കളോട്, നമ്മുടെ വീട്ടിലുള്ള മക്കളോട് വളരെ സ്നേഹമായിട്ടായിരിക്കും പെരുമാറുന്നത്. ഒരു മദർലി എനർജിയിലായിരിക്കും. നമ്മൾ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അവരോട് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നു, അവരെ നല്ല കാര്യങ്ങൾ ചെയ്തതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവരോട് കൊള്ളാം മോനെ നീ അങ്ങനെ ചെയ്തത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു, അവർക്ക് നമ്മളിലുള്ളൊരു വിശ്വാസം നമ്മൾ നേടിയെടുക്കുക. അതൊക്കെയാണ് ഈ എംപ്രസ് എനർജി പറയുന്നത്. അതായത് ഒരു സ്ത്രൈണത അല്ലെങ്കിൽ സ്ത്രീത്വം എന്ന് പറയുന്നതിനെ എന്താണോ നമ്മൾ കാണുന്നത്, അമ്മ എന്ന് പറയുമ്പോൾ എന്താണോ അമ്മ എന്ന് വിളിക്കുന്ന ആരാണോ അവരെ അമ്മ എന്നെന്താണോ കാണുന്നത് ആ രീതിയിൽ ഏറ്റവും
ഓപ്റ്റിമൽ ലെവലിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. ത്രൈണതയുടെ ഏറ്റവും ഓപ്റ്റിമൽ ലെവലാണ്. ഫെർട്ടിലിറ്റിയുടെയും ക്രിയേറ്റിവിറ്റിയുടെ ഒക്കെ ഓപ്റ്റിമൽ ലെവൽ എന്നാണ് ഈ എംപ്രസിൻ്റെ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. നല്ലതായിട്ട് നിങ്ങൾ നല്ലതായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഉള്ളത്. നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കുന്ന ദിവസം, ഭയങ്കര ഭംഗിയായിരിക്കും. നിങ്ങളെ കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് ആൾക്കാർ വന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. അപ്രീസിയേഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ദിവസം എന്നാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ ഗുഡ് പേരൻറ്റിങ് ആണേ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞത്, നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. വഴക്ക് പറയുമ്പം നമ്മൾ വഴക്ക് പറയും, അതിനുശേഷം നമ്മൾ വിളിച്ചിട്ട് എന്താ പറയണം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അത് ചെയ്ത് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ കഴിവുകൾ നിങ്ങൾ തന്നെ ആലോചിക്കും. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് എന്തെല്ലാം സ്കില്ലുണ്ടായിരുന്നു, ഞാൻ അതൊന്നും ഇപ്പോൾ പ്രയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇന്നേ ദിവസം അതൊക്കെ വീണ്ടും തുടങ്ങിയാൽ എന്താണ്, എനിക്ക് ആ സ്കില്ലൊക്കെ വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുത്താൽ എന്താണ്, എൻ്റെ ഡെവലപ്മെൻറ്റ് ഒന്നുകൂടെ നടത്തിയാൽ എന്താണ് എന്ന് വിചാരിച്ച് നമുക്ക് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, നമ്മുടെ കഴിവുകളെയൊക്കെ പുറത്തെടുക്കുക, ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യുക, നമ്മളെ ഒരു മാസ്റ്റർ ആക്കുക, നമ്മളിലെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ എംപ്രസിൻ്റെ കാർഡ് പറയുന്നത്. നമ്മൾ ആക്ഷൻ എടുക്കുക, നമ്മളൊന്ന് എവല്യൂഷൻ നടത്തുക എന്നാണ്, നമ്മളിൽ ഒരു പരിവർത്തനം നടത്തുക എന്നൊക്കെയാണ് എംപ്രസ് കാർഡ് പറയുന്നത്. ഇന്ന് എന്തായാലും ഒരു ഫംഗ്ഷന് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ടായിരിക്കും പോകുന്നത്. നിങ്ങളെ കാണുമ്പോൾ ആളുകളൊക്കെ വായ പൊളിച്ച് നോക്കി നിൽക്കും എന്ന് പറയത്തില്ലേ, ഇവളെ കാണുമ്പോൾ അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ച് നോക്കുമെന്ന് പറയത്തില്ലേ, അത് ആണായാലും പെണ്ണായാലും കേട്ടോ. ഫെമിനിൻ എനർജിയാണ് കൂടുതലും. 2 ഓഫ് വാണ്ട്സ് ഫുൾ ചാറ്റിങ് ആയിരിക്കാം. ഇത് സോഷ്യൽ മീഡിയയുടെ കാർഡാണ്. പ്ലസ് ആരെങ്കിലും കാത്തു നിൽക്കുന്ന കാർഡാണ്. പ്ലസ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്ന കാർഡാണ്. പ്ലസ് ഒരു യാത്രയ്ക്കുള്ള പ്രാരംഭ നടപടികൾ ചെയ്യുന്നു. പോണോ വേണ്ടയോ, എങ്ങനെ പോകും, ഇതിലേക്കൂടെ പോകും എന്നൊക്കെ ചിന്തിക്കത്തില്ലേ, അത് യാത്രയുടെ പോണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന കാർഡാണ് 2 ഓഫ് വാണ്ട്. യാത്രയ്ക്ക് പുറപ്പെടലാണ് കേട്ടോ, അതിൻ്റെ ഒരു മുന്നൊരുക്കം അതാണ്. ഇന്ന് എന്തായാലും ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ യാത്ര എങ്ങനെയാണ് പോകുന്നത്, എവിടെയൊക്കെ നിർത്തും, അല്ലെങ്കിൽ എവിടേക്കാണ്, അപ്പോൾ ഒരു വിദേശയാത്രയ്ക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇന്നിടത്ത് പോകണമെങ്കിൽ എനിക്ക് എവിടെയാണ് ഹോൾട്ട് ഉള്ളത്, എത്ര സമയം പ്രൊലോങ് ടൈം ഉണ്ട്, അപ്പോൾ അവിടെ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യത്തില്ലേ, അതൊക്കെയാണ് 2 ഓഫ് വാണ്ട്സ്. നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു, അതിനകത്ത് പ്ലാൻ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും യാത്രയുണ്ട് കേട്ടോ. 2 ഓഫ് വാണ്ട്സ് അതാണ് പറയുന്നത്. പ്ലസ് ഒരാളോട് ഫുള്ള് ചാറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരാളെ സെർച്ച് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തോ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ പർച്ചേസിങ് വെബ്സൈറ്റുകളിലൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് 2 ഓഫ് വാണ്ട്സ്. എന്തായാലും നിങ്ങൾ മൊബൈലിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സമയം നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഒരാളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്തോ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. മൊബൈലാണ് അടിസ്ഥാനം. കിങ് ഓഫ് സോഡ്സ്, ഇത് ഇൻ്റലക്റ്റിൻ്റെ ഏറ്റവും ഓപ്റ്റിമമാണ്. നിങ്ങൾക്ക് ഭയങ്കര ക്ലവറായിട്ടിരിക്കുന്ന ദിവസം, അതായത് ഇമോഷനല്ല, നിങ്ങൾക്ക് ഇൻ്റലക്റ്റാണ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ഇമോഷൻസ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ അമ്മയും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായാൽ ഇമോഷനല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആരുടെ ഭാഗത്താണോ ന്യായം ആ ഭാഗത്താണ് നിൽക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഇൻ്റലക്ച്വലി തിങ്ക് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഹെഡ് ഓവർ ഹാർട്ടാണ്, അത്തരത്തിലുള്ള ഒരു എനർജിയാണ് കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലാരിറ്റി, നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെയും പോകും. ചിലപ്പോൾ വഴക്കുണ്ടാക്കണമെങ്കിൽ വഴക്കുണ്ടാക്കാനും നിങ്ങൾ തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു വഴക്കളി സ്വഭാവമൊക്കെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ഗ്രാൻഡ് ഫാദർ കോൺസെപ്റ്റാണിത്. അപ്പോൾ നിങ്ങളുടെ അപ്പൂപ്പനുമായി ബന്ധപ്പെട്ടിട്ടോ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ആൻസിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആൻസിസ്റ്റേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോവുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ ക്ലാരിറ്റി ഇല്ലാതിരുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്ന് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നല്ല റെസ്പെക്റ്റ് കിട്ടും. നിങ്ങളെ ആളുകൾ മതിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ അഭിനന്ദിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഹെഡ് ഓവർ ഹാർട്ട് ആയതുകൊണ്ട് തന്നെ വെട്ടൊന്നും മുറുകണ്ടാണ്. അവിടെ ഇമോഷൻസിന് പ്രാധാന്യമില്ല. ഓണസ്റ്റായിട്ട് തീരുമാനിക്കുക, ആരുടെയും പക്ഷം പിടിക്കേണ്ട, പ്യുവർലി ഓണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷം ചേരാൻ പാടില്ല. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷം ചേരാൻ പാടില്ല. അതുപോലെ കൃത്യമായ മാനസിക
പിരിമുറുക്കമൊക്കെ കാണുമെന്നാലും നിങ്ങൾക്ക് നല്ല മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകുന്ന ദിവസമാണ് കേട്ടോ. അതാണ് കിങ് ഓഫ് സോൾസ്. 8 ഓഫ് കപ്സ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഈ ബന്ധത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പോകേണ്ട വഴി ഇതല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചില മനുഷ്യർക്ക് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്നതായിരിക്കാം. ചില മനുഷ്യരോട് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്നതായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ മറ്റുള്ളവർ പെരുമാറാതെ വരുമ്പം അവരോടൊരു അകൽച്ച തോന്നുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നു, അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരോടൊരു മനഃപൂർവ്വമായ ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യത്തില്ലേ, അതാണ് ഈ 8 ഓഫ് കപ്പ്. അതായത് ഇമോഷണലി നമ്മൾ ഡിസ്കണക്റ്റഡ് ആവുന്നു എന്നാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്കാണ് പോകുന്നത്. മേ ബി സ്പിരിച്വാലിറ്റിയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബന്ധങ്ങളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, കപ്പ് എനർജി ആയതുകൊണ്ടാണ്, ബന്ധങ്ങളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ആ ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാമെന്നൊരു പക്ഷേ തീരുമാനിക്കുന്ന ഒരു ദിവസമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു നിരാശയുടെയാണ്. നമ്മൾ ഇമോഷണലി കണക്റ്റഡുള്ള ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു പ്രതികരണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസപ്പോയിൻമെൻ്റ് ഇല്ലേ, അതാണ് ഇത്. ഒറ്റപ്പെട്ടു എന്ന് തോന്നുക, അതുപോലെ ഉപേക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുക, ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക, പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, ഇതൊക്കെയാണത് കേട്ടോ. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതെന്ന് വെച്ചാൽ വീണ്ടും ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ക്രിയേറ്റിവിറ്റി നമ്മൾ പറഞ്ഞില്ലേ, എംപറർ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, എംപ്രസ് പറഞ്ഞപ്പം, അതുപോലെ മജീഷ്യൻ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞില്ലേ മാനിഫെസ്റ്റേഷനാണ്. അതുപോലെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതെല്ലാം ക്രിയേറ്റിവിറ്റിയുടെ കൂടെ കാർഡാണ് കേട്ടോ. എംപ്രസും മജീഷ്യനും ഒക്കെ ക്രിയേറ്റിവിറ്റിയുടെ കൂടെ കാർഡാണ്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് മറ്റൊരു ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. ഇത് നമ്മൾ ഒരുപാട് സമയമെടുത്തിട്ട് നമ്മളൊരു കാര്യം സാധ്യമാക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ സമയമെടുക്കുന്നു എന്നുള്ളത്, ആ സമയമെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സമയമാണ് യൂണിവേഴ്സ് തരുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകന്നു പോയെന്ന് വിചാരിക്കുക, ആ വ്യക്തിയെ തിരിച്ചു വേണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ വരുന്നില്ലെന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് ഇയാൾ വരുന്നില്ലെന്ന് വെച്ചാൽ, ഇയാൾ വരാത്ത സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നുകിൽ ഇയാൾ വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇയാൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാവുന്ന വേദനകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തി തന്ന പാഠം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയം തരുന്നത്. ഈ സമയത്തിനകം നിങ്ങൾ ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ വ്യക്തിയെ തന്നെ തിരിച്ചു കിട്ടാം. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. ആ വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ളൊരു മറ്റൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആയ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ, ഒരു ചാമിങ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരാൾ, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് പ്രപ്പോസലുമായി വരുന്നൊരു കാർഡാണ്. ഇത് വീണ്ടും പ്രപ്പോസലിൻ്റെയൊക്കെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കല്യാണ ആലോചനയോ കല്യാണ നിശ്ചയമോ ഒക്കെ നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് കല്യാണം നടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്കിന്ന് വരുന്ന വരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നൊരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. പിന്നെ ഇത് വളരെയധികം ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഇമാജിനേഷൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയൊക്കെ കാർഡാണ്, ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ വളരെ ഭംഗിയായിട്ടിരിക്കാൻ പറ്റും. കുറേ സമയമെടുത്ത് നിങ്ങളെ തന്നെ ഭംഗിയാക്കി വെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഹൃദയം പറയുന്നത് എന്താണോ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ പലവിധ ചിന്തകൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും, പക്ഷേ അവസാനം നിങ്ങൾ ഹൃദയം പറയുന്നത് കേൾക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യും എന്നാണ് കാണുന്നത്. അതുപോലെ പ്രപ്പോസൽസൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്ന ഫൂളാണ്. എപ്പോഴും പറയുന്ന പോലെ ഫൂൾ ഒരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡുകളിലൊന്നാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ, ഒരു പുതിയ തുടക്കമാണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് നിങ്ങൾ. ആ സ്പിരിച്വൽ ജേർണിയിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ യാത്ര തുടങ്ങുന്നു എന്നാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. മേ ബി ഇന്ന് തീർത്ഥാടനമൊക്കെ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അതിനെയെല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ തുടക്കം, അതായത് പഴയ ഭാണ്ഡക്കെട്ടുകളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പഴയ ഭാണ്ഡം ഒന്നും എടുക്കുന്നില്ല, അതൊക്കെ പാസ്റ്റാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമുക്ക് പാസ്റ്റിൽ പോയിട്ട് ഒന്നും തിരുത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഴയതിനെല്ലാം മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ യാത്ര പോവുക.
തീർത്ഥാടന യാത്ര പോവുക, ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോവുക, ട്രിപ്പ് പോവുക, കുറച്ച് ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോകുന്നത്. അതുപോലെ ഭയങ്കര ശുഭാപ്തി വിശ്വാസമാണ്. ഇപ്പം എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്നെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ കാത്തോളും എന്നുള്ളൊരു ആത്മവിശ്വാസം, ദൃഢമായ വിശ്വാസത്തിൽ ഊന്നിയിട്ട് മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഈ ഫൂൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ലൈഫിനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു. ഞാൻ 100% വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം വളരെ നല്ലതാകുമെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫ് 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇനി എങ്ങാനും കിട്ടുമോ, കിട്ടുവേലേ, ഇനി കിട്ടാതിരിക്കുമോ എന്നൊക്കെ സംശയം വിചാരിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ 100% ഒരു കാര്യം ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു തുടക്കമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടോ തീർത്ഥാടനമായിട്ടോ ഒക്കെ ഒരു യാത്ര ഇന്ന് പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. 100% വിശ്വസിക്കുക. അതുപോലെ നിങ്ങൾക്ക് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട്, അഡ്വഞ്ചറസ് ആയിരിക്കും മിക്കവാറും ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അങ്ങനെ ഇരിക്കുക. പിന്നെ 100% നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. എനിക്ക് നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ വന്നതൊക്കെ ട്രയലായിരുന്നു, ഇതൊക്കെ സാമ്പിൾ പഠിക്കട്ടായിരുന്നു. നല്ലത് കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. എനിക്ക് ഇതൊന്നും കിട്ടാത്തതിന് നന്ദി, എനിക്കിതിലും നല്ലത് എനിക്ക് ദൈവം കരുതി വെച്ചേക്കുന്നതിന് നന്ദി എന്ന് പറയുക കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കുക, ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഏറ്റവും കൂടുതൽ നന്നായി വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ 100% വിശ്വസിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? നോ നീഡ് ടു വറി ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്കുള്ളതെല്ലാം ഓൾറെഡി ഇവിടെ ഫിക്സ്ഡ് ആണ്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചിന്തിച്ച് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇൻ ദ നിയർ ഫ്യൂച്ചർ, ഇൻ ദ വെരി നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കെല്ലാം ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്. ആ ഗാർഡിയൻ ഏഞ്ചൽസിനോട് നിങ്ങൾ സപ്പോർട്ട് ആവശ്യപ്പെടുക, പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുക, അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അതാണ് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. എന്താണ് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് പ്രണയിക്കുന്നവർക്കുള്ള ഗൈഡൻസ്? ഓക്കെ, ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ആണ്. നിങ്ങളൊരു ട്രബിളിലാണ്, നിങ്ങൾക്ക് അതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സമീപിക്കൂ, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എപ്പോഴും യൂണിവേഴ്സിന് താഴെ ഇറങ്ങുന്ന നിങ്ങളോട് വാ എൻ്റെ കൈ പിടിച്ച് നമുക്ക് പോകാം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ യൂണിവേഴ്സ് എന്ത് ചെയ്യും? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അവരിലൂടെ ആയിരിക്കും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റിലീജിയസ് ഫാക്ടേഴ്സ് ആണ്. ഇത് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, റിലേഷൻഷിപ്പിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആരോ ഉണ്ട്. അപ്പോൾ ജാതിയോ മതമോ ആണ് നിങ്ങളുടെ പ്രശ്നം, അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീക്വൻ്റ്ലി ഈ കാർഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ പോയി എന്ന് വിചാരിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അത് റിലീജിയസ് ഫാക്ടേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജാതിയോ മതമൊക്കെ വ്യത്യാസമായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. പക്ഷെ അവർ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടാകത്തില്ല, വേറെ എന്തെങ്കിലും കാരണമായിരിക്കും പറയുന്നത്. പക്ഷേ റിലീജിയസ് ഫാക്ടേഴ്സ് ആണ്. ദെൻ കോഡിപ്പെൻഡൻസിയാണ്. കോഡിപ്പെൻഡൻസി മതി, അല്ലാതെ അഡിക്ഷൻ വേണ്ട. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാൽ മതി, ആശ്രയം മാത്രം മതി, അല്ലാതെ അഡിക്ഷൻ വേണ്ട എന്നാണ് പറയുന്നത്. കുറേ പേരൊക്കെ അഡിക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരാളിലേക്ക് മാത്രം ലോകം ചുരുങ്ങുമ്പം ആ ആളുടെ ഇല്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. പിന്നെ ലൈഫ് മൊത്തത്തിൽ സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെ വേണ്ട, അഡിക്ഷൻ ഒന്നും വേണ്ട, കോഡിപ്പെൻഡൻസി മതി. അയാളൊരു ഹാൻഡ് ടു ഹാൻഡ് തരാൻ അവിടെ ഉണ്ട് എന്ന് മാത്രം വിചാരിക്കുക. ഒരു കൈ അകലത്തി മാത്രം ആളുകളെ നിർത്തുക, അങ്ങനെ മാത്രം ട്രസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അഡിക്ഷനായി പോയാൽ പ്രശ്നങ്ങൾ, ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള കാര്യം ഈ ഭൂമിയിലെന്ന് പറയുന്നത് റിലേഷൻഷിപ്പുകളും സ്നേഹവും തന്നെയാണ്. ഏറ്റവും വലിയ പോയിസൺ എന്ന് പറയുന്നതും സ്നേഹം തന്നെയാണ്. അപ്പോൾ മനുഷ്യനെ കൊല്ലാനും ജീവിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന സാധനം ലവ് തന്നെയാണ്. അപ്പോൾ അതിൽ മയങ്ങിപ്പോകാതിരിക്കുക, അഡിക്റ്റഡ് ആവാതിരിക്കുക. വേണ്ട, കുറച്ചൊക്കെ നല്ലതാണ്, പക്ഷേ എന്ന് കരുതി അതിൽ പൂർണ്ണമായിട്ടും ഇൻഡൾജഡ് ആയിട്ട് നമ്മളതിൽ വീണ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അപ്പോൾ ഫാമിലി ആയിട്ടിരിക്കുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കുക. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ കുടുംബത്തിലിരിക്കുന്നവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക. മക്കളെ നല്ലപോലെ നോക്കുക. എംപ്രസിൻ്റെ കാർഡുണ്ട്. മക്കളെ നല്ലപോലെ സ്നേഹിക്കുക. അവർ ചെയ്യുന്ന നല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.